ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് ഇന്ന് വീട്ടിൽ എങ്ങനെയാണ് നമുക്ക് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഗൂഗിൾ പേ ത്രൂ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. പലർക്കും അറിയാമായിരിക്കും. ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. യെസ്, അതിനുശേഷം നമ്മൾ ഇപ്പോൾ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് പേ ബിൽസ് എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മേളിൽ എൻ്റെ പേര് കാണിക്കുന്നുണ്ട്. സോ അത് ഓൾറെഡി ചെയ്തുകൊണ്ടാണ്. താഴെ ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴത്തെ കിടക്കുന്ന ഇന്ത്യൻ ഗ്യാസ് ആണ്, ഇന്ത്യൻ ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. സോ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് പ്രൊവൈഡർ ആണോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ പ്രൊഫൈൽ കാണാം. ഇത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സോ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ലിങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ഏത് മൊബൈലാണോ അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ മൊബൈൽ അവിടെ കൊടുക്കുക. അതിനുശേഷം ഏത് നെയിമിലാണോ ഈ ഗൂഗിൾ പേയിൽ സേവ് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ കൂടെ കൊടുക്കുക. ഈ പേരായിരിക്കും അതിൽ കാണിക്കുന്നത്. നമ്മൾ അങ്ങനെ കൊടുത്തതിന് ശേഷം ഈ ഒരു ഇതിലേക്കായിരിക്കും വരുന്നത്, ഈ ഒരു ഡിസ്പ്ലേയിലായിരിക്കും വരുന്നത്. ഇതൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നോർമലി നമുക്കിവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 8 എന്ന് എഴുതി വെച്ചിരുന്നത് കാണാൻ സാധിക്കും. പക്ഷെ അത് നോർമലി വരത്തില്ല. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ ഡൗൺ പോർഷനിൽ റൈറ്റ് സൈഡിൽ ഒരു റൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റീഫ്രഷ് ആകും. അതിനുശേഷമാണ് 8 എന്ന് കാണിക്കത്തുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ ഹിഡൻ ആയിട്ടായിരിക്കുന്നത്. സീരീസ് ഇപ്പോൾ പ്ലേസ് ഓർഡർ എന്ന് വന്നിട്ടുണ്ട് അവിടെ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഗൂഗിൾ പേയിലേക്ക് പോകും. സോ നമ്മൾ അവിടെ പോയി നമ്മുടെ ഈ എമൗണ്ട് അതിൽ കാണിക്കുന്നതായിരിക്കും. നമ്മൾ നോർമൽ സേവിങ്സ് അക്കൗണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വേറെ ട്രാൻസാക്ഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോർമലി ഒരു ട്രാൻസാക്ഷൻ ചാർജും അതിൽ വരുന്നതായിരിക്കും. ലൈക്ക് 7.5 10 താഴെ ഒരു ചാർജ് അതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. നിങ്ങൾ നോർമൽ സേവിങ്സ് അക്കൗണ്ട് വെച്ച് ചെയ്യാവുന്നതാണ്. ശേഷം OTP വരും. ആ OTP കൊടുത്തുകൊണ്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. സോ വൺസ് ഇറ്റ്സ് ഡൺ. ഇപ്പോൾ നമ്മൾ പഴയ പേജിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ വെയിറ്റിംഗ് ഫോർ കൺഫർമേഷൻ എന്നാണ് കാണിക്കുന്നത്. പേഡ് കാണിക്കുന്നുണ്ട്, വെയിറ്റിംഗ് ഫോർ കൺഫർമേഷൻ. സോ വൺസ് കൺഫേം ആയതിനു ശേഷം അതിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. യെസ്, നൗ പേഡ് ടിക്ക് മാർക്കും കാണിച്ചിട്ടുണ്ട്. സോ ഇത് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷവും കുറച്ചുകൂടെ ഉണ്ട്. നമ്മൾ ഒന്നുകൂടെ റൈറ്റ് സൈഡിൽ താഴെ റീഫ്രഷ് ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്. യെസ്, ലോഡ് ആവുന്നുണ്ട്. യെസ്, 40.95 എന്നൊരു ചാർജോടെ അതിൽ വന്നിട്ടുണ്ട്. ഇതാണ് ശരിക്കും ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. അവരുടെ ഓഫീസിൽ നിന്നും അവർ ഗ്യാസ് എടുത്തിട്ട് നമുക്ക് കൊണ്ടുവരുന്ന ചാർജാണ്. ഇതും സെയിം ഗൂഗിൾ പേ പ്രൊസീജിയർ വഴി ചെയ്യുക. ശരിക്കും ഇതാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷനെ കൊടുക്കുന്ന ചാർജ്. നോർമലി പല ഡ്രൈവർമാർക്കും നമ്മൾ 10, 20 അങ്ങനെ കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. പക്ഷെ അത് ശരിക്കും ലീഗൽ അല്ല. നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കൊടുക്കുക. അത് ശരിക്കും നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു ചാർജ് അല്ല. അപ്പോൾ ഇത് ഡൺ ആയിട്ടുണ്ട്. ഇതും വെയിറ്റിംഗ് ഫോർ യുവർ കൺഫർമേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യാം. യെസ്, അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ശരിക്കും ഗൂഗിൾ പേ ത്രൂ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യുന്നു. ഫസ്റ്റ് 8 പേ ചെയ്യുക. ഇത് മാറും ശരിക്കും. ഇതിന് മുമ്പേ കുറച്ച് കൂടുതലായിരുന്നു, 950 എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കുറഞ്ഞതാണ്. സോ ട്രാൻസ്പോർട്ടേഷൻ ആണ് 40.95 കാണിച്ചിരിക്കുന്നത്. അത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ഇതിന് ശേഷം നമ്മൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ തന്നെ നമുക്ക് നമ്മുടെ ഇത് പെറ്റ് നെയിമിൽ നമ്മൾ ഏത് നെയിമാണോ കൊടുത്തത് അതിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാം. ഈ ഒരു രീതിയിൽ അതിൻ്റെ അകത്ത് കിടക്കും. നമ്മൾ എത്ര ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട് എല്ലാം ഇതിൻ്റെ അകത്ത് കിടക്കുന്നതായിരിക്കും. ഇതേ ത്രൂ ഇത് സെയിം തന്നെ നമുക്ക് പല പ്ലാറ്റ്ഫോം ചെയ്യാവുന്നതാണ്. ഫോൺ പേ ആയാലും വേറെ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും നമുക്ക് ഈ സെയിം പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സെയിം OTP വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച്.